ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നല്ല കാലം കഴിഞ്ഞുവെന്ന് മുൻ ഇംഗ്ലീഷ് താരവും കമന്റേറ്ററുമായ ജെഫ്രി ബോയ്കോട്ട്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബോയ്കോട്ടിന്റെ പരാമർശം. ഹൈദരാബാദ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ 24 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 39 റൺസും മാത്രമാണ് ഹിറ്റ്മാന് നേടാനായത്. 37 വയസ്സുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നല്ല കാലം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കാമിയോ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 4 വർഷത്തിനിടെ നാട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ കേവലം 2 സെഞ്ചുറികൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. അദ്ദേഹവും ടീമും മൈതാനത്ത് ബുദ്ധിമുട്ടുകയാണ്. 12 വർഷത്തിന് ശേഷം ഇന്ത്യയെ സ്വന്തം മണ്ണിൽ വീഴ്ത്തുന്ന ആദ്യ ടീമാകാനുള്ള സുവർണാവസരം ഇംഗ്ലണ്ടിന് മുന്നിലുണ്ട്, ബോയ്കോട്ട് പറയുന്നു. ദ ടെലിഗ്രാഫിലെ അദ്ദേഹത്തിന്റെ കോളത്തിലായിരുന്നു ബോയ്കോട്ടിന്റെ പ്രതികരണം. വിരാട് കോഹ്ലിയുടെയും രവീന്ദ്ര ജഡേജയുടെയും അഭാവം ഇന്ത്യക്ക് തിരിച്ചടിയാവുമെന്നും ബോയ്കോട്ട് ചൂണ്ടിക്കാട്ടി. ഇന്ത്യ വിരാട് കോഹ്ലിയെ ഏറെ മിസ് ചെയ്യുന്നുണ്ട്. രണ്ടാം ടെസ്റ്റിൽ ജഡേജ കളിക്കാത്തതും തിരിച്ചടിയാണ്. മികച്ച ഓൾറൗണ്ടറാണ് ജഡേജ. ബാറ്റിംഗിലും ഫീൽഡിംഗിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നു. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ മികച്ച ബാറ്റ്സ്മാനും ജഡേജയാണെന്ന് മുൻ ഇംഗ്ലീഷ് താരം വ്യക്തമാക്കി. ഇന്ത്യൻ പിച്ചുകളിൽ 60 ശരാശരിയുള്ള ഗംഭീര ബാറ്റ്സ്മാനാണ് കോഹ്ലി. ഇന്ത്യയുടെ ഭാഗ്യതാരമാണ് അദ്ദേഹം. കളിക്കളത്തിൽ താരങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുകയും ചെയ്യുന്ന അദ്ദേഹമില്ലാത്തത് വലിയൊരു നഷ്ടമാണ്. മൂന്നാം ടെസ്റ്റിനായി മടങ്ങി വരുന്നതിന് മുമ്പ് കോഹ്ലിയുടെ അഭാവം ഇംഗ്ലണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ബോയ്കോട്ട് കൂട്ടിച്ചേർത്തു.